സെക്സ് ആസ്വദിക്കുന്നതും അതിന് ശ്രമിക്കുന്നതും പാപമാണെന്നൊരു ചിന്ത ആരൊക്കെയോ ചേർന്ന് നമ്മുടെ മനസ്സിൽ നട്ടു നനച്ച് വളർത്തിയിട്ടുണ്ട്. മനോഹരവും അനിവാര്യവുമായ ഒരു വികാരത്തിനുമേൽ അശ്ലീലത്തിൻ്റെ മേലാട വീണിട്ട് കാലം ഏറെയായി. പുരുഷൻ പക്ഷെ ഇത് ഏറെക്കുറെ അതിജീവിച്ചു കഴിഞ്ഞു. എന്നാൽ ലൈംഗിക മോഹങ്ങളെ പാപത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തിയ സ്ത്രീജനങ്ങൾ വിവാഹശേഷവും ആ തടവറയിൽ വീണ്ടും വീണ്ടും കഴിയേണ്ടി വരുന്നത് മഹാകഷ്ടമുള്ള കാര്യമാണ്. തൻ്റെ ലൈംഗിക കാമനകൾ തുറന്നു പറയുന്നതും ആവശ്യപ്പെടുന്നതും പുരുഷൻ ഏതു രീതിയിൽ ഉൾക്കൊള്ളുമെന്ന് പേടി പല ഭാര്യമാർക്ക് ഇപ്പോഴും ഉണ്ട്. ഭർത്താവിൻ്റെ മനസ്സിൽ ഒരു കാമഭ്രാന്തിയുടെ രൂപമായി താൻ പതിഞ്ഞു പോകുമോ എന്നതാണ് പലരുടെയും ആശങ്കയും പേടിയും. എന്നാൽ ഈ ആശങ്കകൾ അടിസ്ഥാനമില്ലാത്തതാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ലൈംഗിക താല്പര്യങ്ങൾ തുറന്നു പ്രകടിപ്പിക്കുന്ന സ്ത്രീകളെയാണ് പുരുഷജനം ഇഷ്ടപ്പെടുന്നത് എന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. മന്മഥലീല പലപ്പോഴും സംവിധാനം ചെയ്യേണ്ട ചുമതല പുരുഷനാണ്. അവൻ സൃഷ്ടിക്കുന്ന വികാര പ്രപഞ്ചത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന പങ്കാളിയോട് അവന് പ്രണയവും ബഹുമാനവും ഇഷ്ടവും സ്നേഹവും തോന്നുക സ്വാഭാവികമാണ്. പുരുഷൻ ലൈംഗിക സന്നദ്ധനാകുമ്പോൾ ആദ്യം വിസമ്മതം പ്രകടിപ്പിക്കണമെന്നാണ് പല നാരികളും പഠിച്ചു വച്ചിരിക്കുന്നത്. കണവൻ കാര്യം പറയുന്നതിന് മുമ്പ് അതിനായി കട്ടിലിൽ കയറി കിടക്കണം എന്ന തീവ്രവാദത്തിലേക്ക് കടക്കണമെന്നല്ല പറഞ്ഞു വരുന്നത്. പകരം വികാരതീഷ്ണമായ സമാഗമത്തിന് ത്രില്ലും ഉത്സാഹവും പ്രകടിപ്പിച്ചു നോക്കും. ബലം സങ്കല്പങ്ങൾക്കും അപ്പുറമായിരിക്കും. സ്വരങ്ങളിലും ചലനങ്ങളിലും മാദകഭാവങ്ങളുടെ തിരയിളകുമ്പോൾ നിങ്ങളുടെ പങ്കാളിയുടെ ആവേശം ഇരട്ടിക്കുന്നതായി നിങ്ങൾ കാണാം. കടക്കണ്ണിൻ്റെ ഇമവെട്ടലിൽ പോലും സംതൃപ്തമായ സംഭോഗത്തിനുള്ള കൊതിയുടെ അഗ്നിസ്ഫുലിംഗങ്ങൾ പ്രവഹിക്കണം. അവൻ്റെ കണ്ണുകളുടെ ആഴങ്ങളിലേക്ക് എറിയുന്ന ഒരു നോട്ടത്തിലൂടെ വരാനിരിക്കുന്ന നിമിഷങ്ങൾ നിങ്ങൾ എത്ര കണ്ട് കൊതിക്കുന്നതാണെന്ന് സന്ദേശം പായണം. മൗനരാഗമാണ് പലർക്കും കിടക്കറയിൽ പദ്യം. വാ തുറന്നൊന്ന് മിണ്ടിയാൽ കണവൻ എന്ത് കരുതുന്നു എന്ന ലയം തന്നെയാണ് ഇവിടെയും. ആഗ്രഹങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ തുറന്നു പറയുന്നത് മനുഷ്യ സഹജമല്ലേ കൂട്ടുകാരെ? സമാഗമവേളയിൽ ഉരുവിടുന്ന വാക്കുകൾക്കും പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾക്കുമൊക്കെ ആവേശത്തിൻ്റെ കൊടുങ്കാറ്റുയർത്താൻ ശേഷിയുണ്ട്. പങ്കാളിയെ പ്രോത്സാഹിപ്പിക്കാനും അയാളിൽ ആവേശമുണർത്താനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ വികാരസാന്ദ്രമായ മുഹൂർത്തങ്ങൾ പിന്നാലെ പതിയെ വരും. ചലനങ്ങളുടെ ആവേശത്തിൽ സ്വയം മറന്നു പങ്കുചേരാനും പലർക്കും മടിയാണ്. ഒരു തരത്തിലും മനസ്സിലുള്ളത് വെളിയിൽ വരരുത് എന്ന നിശ്ചയിച്ച് ഉറപ്പിച്ച നിഷ്ക്രിയരായി പങ്കാളികളാവുകയാണ് പലരും ചെയ്യുന്നത്. എറിയുന്ന പന്ത് തിരിച്ചു വരുന്നത് പോലുള്ള ചില പ്രതികരണങ്ങളാണ് നിങ്ങളുടെ പങ്കാളി പ്രതീക്ഷിക്കുന്നത്. മത്സരങ്ങൾക്ക് കൊതിക്കുന്നവരും അതിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് പൊതുവെ പുരുഷജനം. സദാ മത്സരസജ്ജമാണ് അവരുടെ മനസ്സ്. അതുപോലെ തന്നെയാണ് അംഗീകാരത്തിൻ്റെ കാര്യവും. വികാരം ജ്വലിപ്പിക്കാൻ തങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ അഭിനന്ദനം പോയിട്ട് പ്രതികരണം പോലും ഉണ്ടാക്കാതെ അവസാനിക്കുന്നത് പുരുഷന്മാരിൽ ഉണ്ടാക്കുന്ന നിരാശ ചില്ലറയല്ല. ലൈംഗിക താല്പര്യങ്ങൾ പുരുഷനോട് തുറന്നു പറഞ്ഞാൽ പിന്നെ അവൻ്റെ എല്ലാ ശ്രമവും അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാവും. അതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമവും പുതിയ അനുഭൂതിയുടെ വാതിലുകളാണ് തുറന്നു തരുന്നത്. വികാരകേന്ദ്രത്തിലെ അമർന്ന ചുംബനത്തിൽ നിന്നും ശരീരമാകെ പാഞ്ഞു വിടർന്ന മിന്നൽ പിണറിനെ കുറിച്ചും അപ്രതീക്ഷിതമായ വിരൽ സ്പർശം നൽകിയ കോരിത്തെരിപ്പിനെ കുറിച്ചും തുറന്നു പറയുന്നത് കൊണ്ട് നല്ലതേ വരും. കിടപ്പറയിൽ ഭാവന ചിറകു വിരിച്ചു പറക്കണം. അനുഷ്ഠാനം പോലെ ആവർത്തിച്ച് ബോറാക്കേണ്ടതില്ലതാനും. മന്മഥലീല തിരക്കഥ അഴിച്ചു പണിയാനും പുതിയ രംഗങ്ങൾ എഴുതി ചേർക്കാനും പുരുഷനും സ്ത്രീയും ഒരുമിച്ച് തുനിഞ്ഞാൽ സംഭവം അത്യുജ്വലമാകും. അതിൻ്റെ ചൂടിലൂറുന്ന വിയർപ്പ് തുള്ളികൾ സംതൃപ്തിയുടെ സാഗരങ്ങളിലേക്ക് ഒഴുകിയിറങ്ങും. അതിനുവേണ്ടിയാകട്ടെ ഇനി മുറിയുടെ കതക് അടയുന്നത്. അപ്പോൾ സന്തോഷവും സമാധാനവും സുഖവും നിറഞ്ഞ ഒരു ദാമ്പത്യ ബന്ധം എല്ലാവർക്കും ആശംസിക്കുന്നു ഈ പനിനീർപ്പൂവ്.